നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലവലോലിക്ക അച്ചാറാണ്. ആദ്യം ഗ്യാസ് കത്തിച്ചു, പാത്രം വെച്ചു, ചൂടാകാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിക്കുന്നു. എണ്ണയൊന്ന് ചൂടാകട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് സ്വല്പം കടുകിടുകയാണേ. കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് തീർന്ന് കഴിഞ്ഞിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കായപ്പൊടിയാ വേണ്ടുന്നത്. ഞങ്ങൾക്ക് കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കായം മുറിച്ചിട്ടിട്ടുണ്ട്. കായം എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കുകയാണേ. നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണേ. ലേശം കറിവേപ്പിലയും കൂടെ അതിനകത്തിലേക്ക് ഇടുകയാണേ. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഒരു ബ്രൗൺ നിറമായി കഴിഞ്ഞു. തീ സ്വല്പം കുറച്ച് വെച്ചതിന് ശേഷം അതിനകത്തിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇടുകയാണേ. ഇച്ചിരൂടെ എരി വേണമെന്നുള്ളവർക്ക് ഇച്ചിരൂടെ മുളക് പൊടി ഇടാം. പാകത്തിന് മഞ്ഞപ്പൊടി, പിന്നെ അതുപോലെ തന്നെ പാകത്തിന് ഉലുവാപ്പൊടി ഇടുകയാണേ. അതിനുശേഷം അതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി അതിൻ്റെ ആ ഒരു മണം, പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ആ വെള്ളം ഇനിയൊന്ന് തിളയ്ക്കണം. തിളയ്ക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ ഓലോലിക്ക ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വെള്ളത്തിൽ ഒന്ന് വാട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ചാറ് വേണ്ടവർക്കാണെങ്കിൽ ഇച്ചിരി നീട്ടി എടുക്കാം. ഞങ്ങളിപ്പം സ്വല്പം ചാറ് കുറച്ച് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വെള്ളം തിളച്ച് നമ്മൾ പിന്നീട് ഇച്ചിരി വെള്ളം ഒഴിച്ചായിരുന്നു. അതും ഒന്ന് പറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ട് വാട്ടി വെച്ചിരുന്ന നമ്മുടെ ലവലോലിക്ക അതിനകത്തിലേക്ക് ഇടാം. ലവലോലിക്ക നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്താണ് വാട്ടി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചാറിനകത്തിലേക്ക് ഇട്ട് ഇളക്കി അതിനൊന്ന് തിളച്ചതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് സ്വല്പം കൂടി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് അന്നേരം ചേർക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പിനകത്തിലേക്ക് നമ്മുടെ ഓലോലിക്ക ഇട്ട് കൊടുത്തു. കറി ചെറുതായിട്ട് അച്ചാർ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിളച്ച് ആ അരപ്പ് ഈ നമ്മുടെ ഓലോലിക്ക പിടിക്കുന്ന അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഓലോലിക്ക ഒന്ന് കുറുകി ഒരു നമുക്ക് വേണ്ടുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്വല്പം വിനാഗിരി കൂടി ചേർക്കണം. വിനാഗിരി കൂടെ അല്പം ചേർക്കുവാണേ. കാരണം വിനാഗിരി ചേർത്തതേ അച്ചാറെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാനല്ലേ. അപ്പം അത് കേട് വരാതിരിക്കാൻ വേണ്ടി വിനാഗിരി എല്ലാവരും ചേർക്കാറുണ്ട്. നമ്മളും സ്വല്പം വിനാഗിരി ചേർത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ട് നമുക്കതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പുണ്ടെന്ന് നമ്മുടെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്. അമ്മൂമ്മയാണ് ഈ അച്ചാർ വെച്ചത്. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്.
എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഇപ്പോൾ ലവ്ലോലിക്കയുടെ സീസണല്ലേ, എല്ലാവരും ലവ്ലോലിക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കി ഇഷ്ടമാകുവാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് തരണം, ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്